പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സംഭവം കണ്ടുപിടിച്ച ഒരു അടിപൊളി ശ്രീ ശക്തി മെസ് വെച്ചായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒന്ന് കയറി ഇങ്ങനെ കഴിക്കാം. അത്ര ഫ്രഷായതുകൊണ്ട് നേരെ കഴിക്കാൻ പോകും. ശക്തി മെസ് എന്നാ അവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു. അത് വെയിറ്റർ റെസ്റ്റോറൻ്റൊന്നും ആയിരുന്നില്ല, പക്ഷേ നല്ല പൊങ്കലായിരുന്നു. പൊങ്കലിന് 2 വടയും കഴിച്ചു. പിന്നെ നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് ഈ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇവിടെ നിന്ന് റൈറ്റിലേക്ക്, അതായത് ആദ്യം നമ്മൾ വന്ന സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള വഴി ഒന്ന് പോയി നോക്കാം. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് വെയിറ്റർ റെസ്റ്റോറൻ്റൊന്നും ആയിരുന്നില്ല, പക്ഷേ നല്ല പൊങ്കലായിരുന്നു. പൊങ്കലിന് 2 വടയും കഴിച്ചു. പിന്നെ നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് ഈ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇവിടെ നിന്ന് റൈറ്റിലേക്ക്, അതായത് ആദ്യം നമ്മൾ വന്ന സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള വഴി ഒന്ന് പോയി നോക്കാം. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ റൈറ്റിലേക്കുള്ള വഴി എന്ന് വെച്ചാൽ ഈ മധുരയ്ക്ക് പോകുന്ന വഴിയാട്ടോ. അങ്ങനെ സൈഡ് ചുറ്റി അപ്പുറത്തേടെ ആയിരിക്കും ബസ് പോണേ. ഈ റോഡിന് അടുത്തോട്ട് നമുക്ക് ഈ റോഡ് വരെ പോകേണ്ടതുണ്ടാവും ചിലപ്പോൾ. കോവൈ ഗാന്ധിപുരം. അത് കോയമ്പത്തൂർക്ക് പോകണ ബസ്സാട്ടോ. റോഡ് വഴി വഴിയായിരിക്കും. ഈ എൻ്റെ അടിക്കടെ ഒന്ന് പോയി നോക്കാം. നശിപ്പിച്ചു ഉണ്ടോ. ശിവമുരുക വെച്ച് ഒരു അടിപൊളി ഹോട്ടൽ SP റെസിഡൻസി, വൈഫൈ ഫ്രീ, ഫ്രഞ്ച് ബാർ, അരുണി ബാർ, ശിവമുരുക വെച്ച് അവിടെ ഉണ്ടായിരുന്നു. ഒരു പൊങ്കലങ്ങൾ കഴിച്ചാലോ. ഇനി ഒന്ന് അവിടെ നടന്നിട്ട് വന്നിട്ടാവാം നോക്കാം. ശരിക്കൊരു ഹൈടെക് സിറ്റി തന്നെ കേട്ടോ കരൂർ. ആ മുമ്പിലെ റോഡ് നോക്കി കുറച്ചങ്ങനെ ചെന്നിട്ട് കാണിച്ചു. റോഡുണ്ടോ ഇതെനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ നിന്ന് മധുര ഒക്കെ പോണ വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു. ബാംഗ്ലൂർ ഹൈവേ ആണെന്ന് എനിക്ക് തോന്നുന്നു. നോക്ക്, ഏതാണ്ട് ബൈപ്പാസ്സാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് ബൈപ്പാസ്സിൽ എത്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. തൊട്ട് മുമ്പിലും ഇതേപോലെ തന്നെ വലിയൊരു ഫ്ലൈ ഓവറാണ് ഉള്ളത്. ശരിക്കും ഒരു വിസ്മയിപ്പിക്കുന്ന നഗരം തന്നെയാണ് ഈ കരൂർ എന്ന് പറഞ്ഞാൽ. അടിപൊളി, ഏറ്റവും പുതിയ കാലത്തിൻ്റെ കാഴ്ചകളാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒരു പുരാതന നഗരമാണ് കരൂർ. പക്ഷെ ഇപ്പോൾ അവിടുത്തെ കാഴ്ചകളുണ്ടോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഹൈവേ ബൈപ്പാസിൻ്റെ അടിച്ചാളാ. എവിടെ ഒരു ഇതിങ്ങടെ ഉണ്ട്, അവിടെ വരെ പോയി നോക്കിച്ചു വരാം. ഒരു വർക്ക്ഷോപ്പിൽ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, ബോഡി ബിൽഡിങ് വർക്ക്ഷോപ്പിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്വേഷിച്ചപ്പോൾ അവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ ശ്രമം അങ്ങ് ഉപേക്ഷിക്കാം. കാരണം TNSTCയുടെ ഒക്കെ ബസ്സുകൾ അവിടെയാണ് പണിത് തന്നെ. ഈ തമിഴ്നാട്ടിൽ ഉള്ള മിക്കവാറും എല്ലാ ബസ്സുകളും മിക്കവാറും ഇത് ഇവിടുത്തെ കരൂരിലെ ബോഡി ബിൽഡിങ് വർക്ക്ഷോപ്പുകളിലാണ്. അതുപോലെ ഞാൻ നോക്കി നടപ്പുണ്ട്. പറ്റുവാണെങ്കിൽ ഒന്ന് പോകണമെന്നുണ്ട്. അത് നോക്കിയാണ് ഞാൻ നടക്കുന്നത്. നോക്കി ഒരു രക്ഷയില്ലാട്ടോ. ഒക്കെ ഹൈടെക് ഫ്ലാറ്റുകളൊക്കെയാണ്. അതേപോലെ തന്നെ വീടുകളാണെങ്കിൽ അടിപൊളി വീടുകളാണ്. ശരിക്കും നമ്മൾ ഇതിപ്പോൾ എവിടെയാണെന്നുള്ളത് നമ്മൾ ഒരു വർഷം ചിന്തിച്ചു. ആ മാതിരിയുള്ള ഒരു സ്ഥലമാണ് കരൂർ എന്ന് പറഞ്ഞാൽ. ഇതിൽ ഞാൻ ആദ്യം കാണിച്ചു തന്നുള്ള ചില കാഴ്ചകളുണ്ടെന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടൊക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാടും കർണാടകയും. കാശ് കയ്യിലുണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ അതിനനുസരിച്ചുള്ള പണികൾ ചെയ്യാമല്ലോ.
അതിനനുസരിച്ച് വ്യവസായമുണ്ട്, അതിനനുസരിച്ച് പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെയൊക്കെ ശരിക്കും പറയാൻ നമുക്കറിയാനുണ്ട്. ഈ ഹൈവേ കടയിൽ ഒന്ന് പോകാൻ, പക്ഷെ 4 ലൈനിലാട്ടോ, എക്സ്പ്രസ് വേ ഒന്നുമല്ല. അതൊക്കെ എന്ത് രസിച്ച എൻ്റെ മോനെ. ഓരോ കെട്ടങ്ങൾ തന്നെ അടിപൊളിയാ. നോക്കി PRM കോംപ്ലക്സ്, നെയ്താൽ ഹോം ഡെക്കോ, ജൂനിയർ കുപ്പണ്ണ, വെജ് ആൻഡ് നോൺ വെജ് ആട്ടോ. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒരു ഹോട്ടൽ ശൃംഖലയാണ് ജൂനിയർ കുപ്പണ്ണ. നമുക്ക് വണ്ടികൾ വന്ന് കാണാൻ നല്ല രസമല്ലേ, കണ്ടോ? അല്ല എൻ്റെ ഒരു വണ്ടി ഉണ്ടോ? ഉണ്ടോ? സാധാരണക്കാരൻ്റെ ഒരു വാഹനമാണ്. അതുപോലെ വള്ളുവർ റെസിഡൻസി, എനിക്ക് തോന്നുന്നു ഇവിടെ വള്ളുവർ ആണെന്നുണ്ട് ഇവിടുത്തെ മെയിൻ. ജൂനിയർ കുപ്പണ്ണയുടെ ഒപ്പം തന്നെ ശ്രീ ഗണേഷ് ഭവൻ. പക്ഷേ എനിക്ക് തോന്നുന്നു നൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അതെന്തോ അറിയിപ്പെന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ അത് കാണാൻ പാടില്ല. ഹോണ്ട, സുന്ദരം ഹോണ്ട. സൂപ്പർ കാഴ്ച. ഇതിൻ്റെ മുകളിലേക്ക് കയറാനെങ്കിൽ അടിപൊളി കാഴ്ചയായിരുന്നു. പക്ഷെ അവിടെ ഇട്ടിട്ടില്ല. എവിടെ നോക്കി, എനിക്ക് എന്തൊരു ഫ്ലാറ്റോ നോക്കി. എൻ്റെ അമ്പോ, എൻ്റെ പൊന്നെ, എത്ര അടിപൊളിയായിട്ടായത് പണിതെക്കണം നോക്കി. ഇവിടെ ഇതിന് സമരമൊന്നുമില്ല. മറ്റേ കാലായത് ഉയർത്തി നിർത്തണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടേക്കാണെങ്കിൽ എന്തായിരിക്കും, ടൗൺ വിഭജിച്ചു പോവും. അതുകൊണ്ട് കാലയിൽ നിർത്തണം. ഇവിടുത്തെ പോലെ അഭ്യാസമൊന്നും ഇല്ല. ഉണ്ടോ? ഏറ്റവും സിമ്പിളായിട്ടാണ് പരിപാടി ചെയ്ത് വെച്ചാണ്. അടിപൊളി ഇതാണെങ്കിൽ ഇത് കാലുകളിൽ ഉയർത്തി നിൽക്കുന്ന അങ്ങനെയുള്ള സമരമൊന്നും ഉണ്ടായിരുന്നതല്ല, ഉണ്ടെങ്കിൽ നടക്കില്ല. ഇത് അവരുടെ ഒരു പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഫ്ലൈ ഓവറുകൾ പണിയുമ്പോഴുള്ള മിനിമം ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇതേ രീതിയിൽ പണിയുള്ളൂ. ഇങ്ങനെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ വച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചാണ് ശരിക്കും പണിയുന്നത്. അത് അതേ രീതിയിൽ തന്നെയാണ് പണിയുണ്ടോ, അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇവിടുത്തെ പോലെ അഭ്യാസമൊന്നും ഇല്ല. ഉണ്ടോ? ഏറ്റവും സിമ്പിളായിട്ടാണ് പരിപാടി ചെയ്ത് വെച്ചാണ്. അടിപൊളി ഇതാണെങ്കിൽ ഇത് കാലുകളിൽ ഉയർത്തി നിൽക്കുന്ന അങ്ങനെയുള്ള സമരമൊന്നും ഉണ്ടായിരുന്നതല്ല, ഉണ്ടെങ്കിൽ നടക്കില്ല. ഇത് അവരുടെ ഒരു പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഫ്ലൈ ഓവറുകൾ പണിയുമ്പോഴുള്ള മിനിമം ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇതേ രീതിയിൽ പണിയുള്ളൂ. ഇങ്ങനെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ വച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചാണ് ശരിക്കും പണിയുന്നത്. അത് അതേ രീതിയിൽ തന്നെയാണ് പണിയുണ്ടോ, അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇതൊരു തെറ്റില്ലാത്ത ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. വ്യത്യാസം നഷ്ടമുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഇപ്പില്ല. വൈകിട്ടുള്ളൂ മിക്കവാറും ജൈവമുള്ളത്. ഇവിടെ എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ബസ് കയറിയാൽ പോകാമായിരുന്നു. കൈ കാണിച്ച് നോക്കാം, അവിടെ ഒരു ബസ് സ്റ്റോപ്പ്. ഇതൊരു ബസ് സ്റ്റോപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കരുവൂരിൻ്റെ ഔട്ടറിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് ബസ് വരുമ്പോൾ നമുക്ക് കയറി പോകാം. ബസ് ഏതായാലും ബസ് സ്റ്റോപ്പാണ്. എന്താ അങ്ങോട്ട് നോക്കി, ഉണ്ടോ എന്തോരാ നോക്കി. അതൊക്കെ ഇഷ്ടംപോലെ ഫ്ലാറ്റുകളാട്ടോ. ഈ ഹൈവേ കൂടെ വണ്ടി വന്ന് കണ്ടിരിക്കുന്നത് തന്നെ കാണാൻ നല്ലൊരു കാഴ്ചയാണ്. അത്ര അടിപൊളി ഹൈവേ. ആഹാ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. കരൂർ കാഴ്ചകളുമായിട്ട്. കരൂർ കാഴ്ചകൾ തുടരുകയാണ്. ഗുഡ് ബൈ.